ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു വീടിൻ്റെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം പൈപ്പുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു വീടിൻ്റെ പ്ലംബിങ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു ബിൽഡിങ്ങിൻ്റെ തന്നെ ഒരു വീടിൻ്റെ ഫുൾ ഒരു സൈഡിലൂടെയാണ് കംപ്ലീറ്റ് പൈപ്പുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മുകളിലേക്ക് ഒരു ബാത്റൂം ഉള്ളതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ തന്നെ 1 ഇഞ്ച് വാൽവ് വെച്ചതിന് ശേഷം ഏറ്റവും മുകളിലത്തെ കൊടുത്തിരിക്കുന്നതാണ്. അങ്ങേയറ്റത്തേക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആ 1 ഇഞ്ച് പൈപ്പിന് 1 ഇഞ്ച് വാൽവാണ് കൊടുത്തിരിക്കുന്നത്. അത് നേരെ പോകുന്നത് ഏറ്റവും മുകളിലുള്ള ബാത്റൂമിൻ്റെ താഴെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വാൽവ് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ താഴെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ഇഞ്ച് പൈപ്പ് മുകളിലുള്ള ബാത്റൂമിൻ്റെ കുളിക്കുന്ന വേസ്റ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് ലൈൻ. പിന്നെ ഇത് വരുന്നത് മെയിനായിട്ട് വരുന്ന ഡ്രൈനേജ് പൈപ്പ് 4 ഇഞ്ച് പൈപ്പ്. ഇത് മുകളിൽ നിന്ന് ബാത്റൂമിൽ നിന്ന് വന്നു നേരെ മുകളിലേക്ക് പോകുന്നതിന് ഏറുവിന് വേണ്ടി. പിന്നെ അടുത്ത് കൊടുക്കുന്നത് CPC പൈപ്പ് ചൂടുവെള്ളത്തിൻ്റെ. ഇതാണ് മെയിനായിട്ട് വന്നിരിക്കുന്ന 2 ഇഞ്ച് മെയിൻ വെള്ളത്തിൻ്റെ പൈപ്പ് വന്നിരിക്കുന്നത്. 2 ഇഞ്ച് വാൽവ് വെച്ചിട്ട് 2 ഇഞ്ച് പൈപ്പാണ് 6 kg പൈപ്പാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ മോട്ടറിലേക്ക്, അതായത് മോട്ടറിൽ നിന്ന് നേരെ ടാങ്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 1 ഇഞ്ച് പൈപ്പാണ് പിന്നെ നമ്മൾ അടുത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മുനിസിപ്പാലിറ്റി. നമുക്ക് മുനിസിപ്പാലിറ്റി വെള്ളം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 3/4 ഇഞ്ച് പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന ഒരു 1/2 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച് പൈപ്പ് നമ്മൾ വാട്ടർ ലെവൽ കൺട്രോളിങ്, അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ കാര്യങ്ങളൊക്കെ ഓൺ ആവുന്നതിന് വേണ്ടി വിട്ടിട്ട് ഉള്ളൊരു പൈപ്പ് 3/4 ഇഞ്ച് 1/2 ഇഞ്ച് കൊടുത്തു. പിന്നെ ബാക്കി വരുന്ന 3 വയറിങ്ങിൻ്റെ പോലത്തെ പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സോളാർ പാനലിൽ നിന്ന് നേരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോളാർ പാനലിൽ നിന്ന് വന്നിരിക്കുന്ന വയറാണ് കാണുന്നത്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് കാണുന്ന 2 സോളാറിൻ്റെ എർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വയറുമാണ് സെപ്പറേറ്റ് വന്നിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് അത്യാവശ്യം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ പൈപ്പുകളും ഒരു സൈഡിലൂടെ നമുക്ക് ഇറക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ മെയിൻ ഹോൾ കൊടുക്കുന്നത്. മുകളിലെ ബാത്റൂമിലും താഴത്തെ ബാത്റൂമിലും വന്നിരിക്കുന്ന സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുകളിലുള്ള ബാത്റൂമിൽ നിന്നും താഴെയുള്ള ബാത്റൂമുകളിൽ നമ്മൾ വന്നതിന് ശേഷം ഒരു മെയിൻ ഹോൾ കൊടുക്കുക. അതായത് എന്തെങ്കിലും കംപ്ലൈൻറ്റോ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു മെയിൻ ഹോളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 4 ഇഞ്ച് പൈപ്പ് മുകളിലത്തെ ബാത്റൂം കഴുകി കൊടുത്തതിന് ശേഷം അതിനുശേഷം വീണ്ടും നേരെ മുകളിലേക്ക് പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് നമ്മൾ സെപ്റ്റിക്കിൻ്റെ എയർ കൊടുത്തിരിക്കുന്നതാണ്. എയർ നമ്മൾ എപ്പോഴും വീടിൻ്റെ ഏറ്റവും ടോപ്പ് വരെ കൊണ്ടുപോയി കളയുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എവിടെയാണ് നമ്മൾ എയറിൻ്റെ സിസ്റ്റം അവസാനിപ്പിക്കുന്നത് അവിടെ ആ ഏരിയ മൊത്തം സ്മെല്ലായിരിക്കും. ആ സമയം നമ്മുടെ വീടിൻ്റെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് സ്മെല്ല് എഫക്റ്റ് ചെയ്യില്ല. അത് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് മെയിൻ ഹോളിലേക്കാണ്. ഈ മെയിൻ ഹോൾ നേരെ പോകുന്നത് നമ്മുടെ സെപ്റ്റിക്കിൻ്റെ കുഴിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെയിൻ ഹോൾ തുറന്നാൽ മതി. നമുക്ക് അത്യാവശ്യം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ എന്തിൻ്റെ പ്രശ്നങ്ങളാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ അത്യാവശ്യം വേണ്ട ഒരു ബാത്റൂമിലേക്ക് വേണ്ട പ്ലംബിംഗ് ലൈനും അത് ഒരു വീടിൻ്റെ വരുന്ന പ്ലംബിംഗ് ലൈൻ ഏകദേശം നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ ബാത്റൂമാണെങ്കിലും മുകളിലത്തെ ബാത്റൂമാണെങ്കിലും ഏതൊക്കെ ബാത്റൂമാണെങ്കിലും നമ്മൾ വാട്ടർ ലൈൻ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വാൽവ് മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബെറ്ററാണ്. കാരണം എന്തെങ്കിലും കംപ്ലൈൻറ്റോ വരുന്ന സമയത്ത് ആ ബാത്റൂം മാത്രം നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചൂടുവെള്ളം കണ്ടോ, CPVC പൈപ്പ് നമുക്ക് ഒരു ബീജ് കളർ പൈപ്പ് കാണാൻ സാധിക്കും. അതാണ് CPVC ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ്. ഏറ്റവും മുകളിൽ നിന്നും നമ്മൾ വാട്ടർ ഹീറ്റർ വയ്ക്കുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാ ബാത്റൂമിലേക്കും ലിങ്ക് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നതാണ് ആ കാണുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈനേജിൻ്റെ ഏറ്റവും എയറിൻ്റെ സിസ്റ്റം ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോയി കളയാൻ സാധിച്ചാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു സ്മെല്ലും വീടിൻ്റെ അകത്തേക്ക് എടുക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കില്ല. കാരണം ഏറ്റവും മുകളിലൂടെയാണ് മുകളിലേക്ക് എയർ റിലീസായി പോയി. അതല്ല ഏറ്റവും താഴെയാണ് നമ്മൾ എയർ റിലീസ് ചെയ്യുന്ന രീതി കൊടുക്കണമെങ്കിൽ അത് അത്രയും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാൻ ചാൻസസ് കൂടുതലാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.